മുംബൈയിലെ പാലി ഹില്ലിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു 6ാം നില കൊട്ടാരം. ഇതിന്റെ മൂല്യം കേട്ടാൽ ആരും ഒന്ന് അമ്പരക്കും. 250 കോടി രൂപ. ബോളിവുഡിലെ താരദമ്പതികളായ രൺബീർ കപൂറിന്റെയും ആലിയ ഭട്ടിന്റെയും സ്വപ്ന ഭവനത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. കപൂർ കുടുംബത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ പൈതൃക ഭവനത്തിന്റെ ആഡംബര കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ബോളിവുഡിന്റെ പ്രിയ താരങ്ങളായ രൺബീർ കപൂറിന്റെയും ആലിയ ഭട്ടിന്റെയും മുംബൈയിലെ പുതിയ വീടായ കൃഷ്ണരാജ് ബംഗ്ലാവിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം. കഴിഞ്ഞ നവംബറിലാണ് ഇവർ ഗൃഹപ്രവേശന കർമ്മങ്ങൾ പൂർത്തിയാക്കി ഈ പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. മുംബൈയിലെ പാലി ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന ഈ 6 നില ബംഗ്ലാവിന് ഏകദേശം 250 കോടി രൂപയാണ് വിലമതിക്കുന്നത്. രൺബീറിന്റെ മുത്തശ്ശന്മാരായ രാജ് കപൂറിന്റെയും കൃഷ്ണ കപൂറിന്റെയും ഓർമ്മയ്ക്കായാണ് വീടിന് കൃഷ്ണരാജ് എന്ന പേര് നൽകിയിരിക്കുന്നത്. 1980കളിൽ ഋഷി കപൂറിനും നീതു കപൂറിനും പാരമ്പര്യമായി ലഭിച്ചതാണ് ഈ പ്രോപ്പർട്ടി. അന്തരിച്ച പ്രമുഖ നടൻ ഋഷി കപൂറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു ഈ പ്രോപ്പർട്ടിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം രൺബീറും നീതുവും ആലിയും ചേർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ആഡംബരവും ഇന്ത്യൻ പാരമ്പര്യവും ഒരുപോലെ സമ്മേളിക്കുന്നതാണ് ഈ ബംഗ്ലാവിന്റെ നിർമ്മിതി. ഗ്രേ നിറത്തിലുള്ള മുൻഭാഗവും അലങ്കാരപ്പണികളുള്ള ലോഹ കൈവരികൾ തീർത്ത നീളൻ ബാൽക്കണികളും അതിൽ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും വീടിന് കൂടുതൽ മിഴിവേകുന്നു. പ്രകൃതിദത്തമായ വെളിച്ചം കടന്നു വരുന്ന വിശാലമായ ഗ്ലാസ് ജനലുകളും മാർബിൾ പാകിയ തറകളും ആഡംബരത്തിന്റെ നേർക്കാഴ്ചയാണ്. വീടിന്റെ പ്രവേശന കവാടത്തിലുള്ള വലിയ കൽഭരണികളും കറുത്ത വാതിലുകളും ഒരു കൊട്ടാര സമാനമായ പ്രതീതിയാണ് നൽകുന്നത്. പുതിയ വീട്ടിലെ ഏറ്റവും ഹൃദയസ്പർശിയായ കാഴ്ച വീടിനുള്ളിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ഋഷി കപൂറിന്റെ വലിയൊരു ചിത്രമാണ്. ഈ 6 നില മന്ദിരത്തിൽ രൺബീറിന്റെ അമ്മയായ നീതു കപൂറിനും സഹോദരി റിധിമ കപൂറിനും കൊച്ചുമക്കൾ സമറയ്ക്കുമായി പ്രത്യേക നിലകൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്നാൽ മക്കളുടെ സ്വകാര്യതയിൽ താൻ ഇടപെടാറില്ലെന്നും ഒരു കെട്ടിടത്തിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിലും അനുവാദമില്ലാതെ അവരുടെ ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലാറില്ലെന്നും നീതു കപൂർ സോഹ അലി ഖാനൊപ്പമുള്ള ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. കുട്ടികൾ വിവാഹിതരായാൽ അവർക്ക് അവരുടേതായ സ്പേസ് നൽകണം. കുഞ്ഞു റാഹയ്ക്ക് സമയം കിട്ടുമ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വരാറാണ് പതിവ്. ഞാൻ അങ്ങോട്ട് കയറി ചെല്ലാറില്ല, നീതു കപൂർ കൂട്ടിച്ചേർത്തു. പാരമ്പര്യത്തിന്റെ ഊഷ്മളതയും ആധുനികതയുടെ ആഡംബരവും നിറഞ്ഞു നിൽക്കുന്ന ഈ താരഭവനം ഇന്ന് മുംബൈയിലെ തന്നെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.